ഇതിപ്പോൾ റോങ് ഓവർടേക്കിംഗ് ആണ്, കാരണം എതിരെ വണ്ടികൾ വരുന്നുണ്ട് കണ്ടോ. അപ്പം നമ്മൾ അത് നോക്കിയിട്ട് കയറാവുള്ളൂ. ഇപ്പോൾ ഈ വാഹനം കടന്നു പോയി കഴിഞ്ഞാൽ എനിക്കിത് ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത് പ്രാക്ടിക്കലായിട്ട് ഒരു വാഹനത്തെ എങ്ങനെ ശരിയായ രീതിയിൽ ഓവർടേക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, റോഡിൽ എനിക്ക് നേരെ ഓടിക്കാനായിട്ട് കഴിയുന്നില്ല, അപ്പം ഞാൻ ഇനി ഓവർടേക്കിംഗ് എങ്ങനെ ചെയ്യും സാറേ? ഇങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഡ്രൈവിങ്ങിൽ വളരെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് പ്രാക്ടിക്കലായിട്ടുള്ള ഓവർടേക്കിംഗ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് റോഡിൽ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മുന്നിൽ ഉള്ള ഒരു വണ്ടി നമുക്കൊന്ന് സ്ലോ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് കയറിപ്പോകാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അത് ഡ്രൈവിങ്ങിൽ ഒരു പരാജയമാണ്. കാരണം ഒരു മുന്നിൽ പോകുന്ന ഒരു വാഹനം അവർ സൈഡ് ഒതുക്കി ഒന്ന് തരുവാണ്, നമുക്ക് കയറി പോകാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വലിയ പരാജയമാണ്. നമ്മുടെ വണ്ടി അവിടെ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വാഹനമൊക്കെ റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ മുന്നിൽ ബസ്സൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ മുന്നിലൊരു ബസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബസ് എന്ത് ചെയ്യും, സൈഡിൽ ആളെ ഇറക്കാനായിട്ട് സൈഡ് ഒതുക്കി നിർത്തുന്ന സമയത്ത് നമ്മുടെ വണ്ടി തൊട്ട് പുറകിലാണെന്നുണ്ടെങ്കിൽ എതിരെ മറ്റു വാഹനങ്ങളും വരുന്നില്ല, തിരക്കില്ലാത്ത ഒരു ഏരിയ ആണ്, ബസ് ഒരു ഇത്തിരി കൂടെ കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പുറകെ പോയി വാഹനം അവിടെ ഇങ്ങനെ നിർത്തിയിടും. എന്നിട്ട് ആ വണ്ടി എപ്പോഴാണോ എടുക്കുന്ന സമയത്ത് പല ആൾക്കാരും മുന്നോട്ട് എടുത്ത് പോകത്തുള്ളൂ. അപ്പം ഓവർടേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കണം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് എളുപ്പവഴികൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ കൃത്യമായിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പഠിച്ചെടുക്കാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടുന്ന് വണ്ടി മെല്ലെ എടുക്കുകയാണ്, ക്ലച്ചേ നയിച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുത്തു. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പം മൂന്നാമത്തെ ഗിയർ വരുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് ഗിയറിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് മുന്നിലുള്ള ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യണം. ഇപ്പം ഞാനൊരു ഉദാഹരണം കാണിക്കാം. മുന്നിൽ വണ്ടിയൊന്നുമില്ല, ഉദാഹരണമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഫോർത്ത് ഗിയറിൽ വരികയാണ്. ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ട്രിക്ക് എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ വരുന്ന ഗിയർ കൃത്യമായിട്ട് മനസ്സിലാക്കണം, നമ്മുടെ വാഹനത്തിൻ്റെ വേഗത മനസ്സിലാക്കണം, ഒപ്പം നമ്മൾ പോകുന്ന റോഡും മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം, നമ്മളൊരു നിരപ്പായിട്ടുള്ള ഒരു റോഡിൽ ഒരു 40 കിലോമീറ്റർ വേഗതയിൽ ഒരു ഫോർത്ത് ഗിയറിൽ പോകുന്നുവെന്ന് സങ്കല്പിക്കുക. മുന്നിലൊരു വാഹനത്തെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറണം. അപ്പം നമ്മൾ ആദ്യം ഹോൺ അടിക്കുന്നു. മുന്നിലുള്ള വാഹനം അപ്പോൾ കൃത്യമായിട്ട് അത് കണ്ട് അവർ ഒന്ന് സ്ലോ ചെയ്ത് തരും. സ്ലോ ചെയ്ത് തരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഫോർത്തിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി സ്പീഡ് എടുത്ത് ആ ഒരു വാഹനത്തെ കവർ ചെയ്ത് കയറണമെന്നുണ്ടെങ്കിൽ ഒരു ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. തേർഡ് ഗിയറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് എതിരെ വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് മുന്നിൽ പോകുന്ന വാഹനത്തിനെ നമ്മൾ കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സൈഡിൽ പോകുന്ന വാഹനത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, ഒരു സ്പേസ് ഇട്ട് വേണം നിങ്ങൾ കവർ ചെയ്യാനായിട്ട്. അങ്ങനെ കവർ ചെയ്ത് പൂർണ്ണമായിട്ടും മുന്നിൽ പോകുന്ന വാഹനത്തെ നമ്മുടെ വണ്ടി കവർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തെ സൈഡിലേക്ക് വരിക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് പിന്നെ നമുക്ക് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, മുന്നിലൊരു ഓട്ടോ പോകുന്നുണ്ട്, ഞാൻ ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുക്കുകയാണ്, നിങ്ങൾ നോക്കുക. എന്നിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ ഒരു ചെറിയ കയറ്റമാണ് ഞാൻ കയറി പോകുന്നത്. മുന്നിൽ പോകുന്ന ഒരു വാഹനത്തെ ഹോൺ അടിക്കുന്നു. ഹോൺ അടിച്ച് നമ്മൾ അനുവാദം ചോദിക്കുകയാണ്. അനുവാദം ചോദിക്കുന്ന സമയത്ത് ഒരു 1-2 തവണ നിങ്ങൾ ഹോൺ അടിക്കുക, ഒരുപാട് അടിച്ച് ബുദ്ധിമുട്ടിരിക്കരുത്. എന്നിട്ട് ചെയ്യേണ്ടത്, മുന്നിൽ പോകുന്ന വാഹനവുമായിട്ട് ഒരു സ്പേസ് ഇടണം. ഇപ്പോൾ ഒരു നിശ്ചിത സ്പേസ് ഇട്ടിട്ടുണ്ട്, തേർഡ് ഗിയറിലാണ് വരുന്നത്. ഞാൻ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡിലേക്ക് ഇടുന്നു. കാരണം ഓവർടേക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ അതാണ്. സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, ഹോൺ അടിച്ച് അനുവാദം ചോദിക്കുന്നു, റൈറ്റ് സൈഡിലേക്ക് വരുന്നു. എന്നിട്ട് പൂർണ്ണമായിട്ട് ഈ വണ്ടിയെ ഞാനിത് കവർ ചെയ്ത് കണ്ടോ, പൂർണ്ണമായിട്ട് കവർ ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കണ്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ഞാൻ ഓവർടേക്ക് ചെയ്ത് കയറി. ഇപ്പോൾ ഫ്രണ്ടിലൊരു ബൈക്കുണ്ട്, എൻ്റെ കാല് മെല്ലെ ബ്രേക്ക് ചെയ്യാൻ നിൽപ്പുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനിതേ ഈ ഒരു വാഹനത്തിന് തൊട്ട് പുറകെ ഒരു ഗ്യാപ്പ് ഇട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഒരു കാരണവശാലും അടുത്ത് പോകാൻ പാടില്ല. കാരണം നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കുക, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു ഹോൺ അടിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ഹോൺ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ എതിരെ വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനുശേഷം മാത്രമേ കയറാവുള്ളൂ. ഇതിപ്പോൾ റോങ് ഓവർടേക്കിംഗ് ആണ്, കാരണം എതിരെ വണ്ടികൾ വരുന്നുണ്ട് കണ്ടോ. അപ്പം നമ്മൾ അത് നോക്കിയിട്ട് കയറാവുള്ളൂ. ഇപ്പോൾ ഈ വാഹനം കടന്നു പോയി കഴിഞ്ഞാൽ എനിക്കിത് ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുത്ത് കാല് കൊടുത്ത് ഈ വാഹനത്തെ ഞാൻ ഇങ്ങനെ കവർ ചെയ്തു കണ്ടോ. കവർ ചെയ്ത്
ലെഫ്റ്റ് സൈഡിലേക്ക് വീണ്ടും വന്ന് ഇത് വളരെ സേഫായിട്ട് എൻ്റെ ഏരിയയിലേക്ക് വന്നു. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വൈറ്റ് ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത ഏരിയ. ഇവിടെയൊന്നും നമ്മൾ ഓവർടേക്ക് ചെയ്യരുത്. കണ്ടോ, ഇവിടെ നമ്മൾ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോകണമെന്നാണ് പറയുന്നത്. ഈ വൈറ്റ് ലൈൻ കഴിഞ്ഞാൽ മാത്രം, കണ്ടിന്യൂസ് ആയിട്ടുള്ള വൈറ്റ് ലൈൻ കഴിയുന്നിടത്ത് മാത്രമേ ഓവർടേക്ക് ചെയ്യുള്ളൂ. കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളവായിട്ടുള്ള റോഡുകളിലാണ് ഈ കണ്ടിന്യൂസ് വൈറ്റ് ലൈൻ വരുന്നത്. അവിടെ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഒരു വാഹനമൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറുന്നില്ല, ഇത് റോങ് ആണ്. കാരണം എതിരെ ഒരു ബസ്സോ ഇതുകൊണ്ട് ഇതുപോലെ വാഹനങ്ങൾ കയറി വരും കേട്ടോ. അപ്പോൾ ഇടിയുണ്ട്. അതുകൊണ്ടാണ് ഈ വൈറ്റ് ലൈനിൽ ഒരു കാരണവശാലും നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം. നമ്മൾ മുഖാന്തരം എതിരെ വരുന്ന മറ്റു വാഹനമുള്ള ഡ്രൈവേഴ്സിന് തീർച്ചയായിട്ടും വലിയ അപകടങ്ങൾ വരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഡ്രൈവിങ്ങിലൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഒരു വണ്ടിയുണ്ട്, എന്നെ ഓവർടേക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആക്സിലറേഷൻ അയച്ചു കൊടുത്ത് അവരെ കയറ്റി വിടുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒപ്പം പോരുത്. ആക്സിലറേഷൻ ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ കയറ്റി വിടാനായിട്ട് കഴിയും. കണ്ടോ, ഇപ്പം ഞാൻ ആക്സിലറേഷൻ അയച്ച് ഇടത്ത് കയറുന്നപ്പോൾ കണ്ടോ, പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമുക്ക് ശല്യമില്ലാതെ കയറിപ്പോകുന്നുണ്ടോ. ഇതും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു റൂളുണ്ട്. റൂളെന്ന് പറയുന്നത് ഇൻഡിക്കേറ്ററിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഉപയോഗമാണ്. പക്ഷേങ്കിൽ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഉള്ള റോഡുകളിൽ നമുക്ക് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പുറകിൽ ഓടിച്ചു വരുന്ന ഒരു ഡ്രൈവറിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ പല സാഹചര്യങ്ങളിലും കിട്ടത്തില്ല. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടുള്ള ഓവർടേക്കിംഗ് എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഈ 3 വരി 4 വരി പാതകളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലൂടെ ഒരു വരിയിൽ നമ്മുടെ വണ്ടി പോകുന്നതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് മറ്റൊരു വാഹനം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മുന്നിൽ പോകുന്ന ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൈനിൽ, നമ്മൾ പോകുന്ന ലൈനിൽ നിന്ന് അടുത്ത ഒരു ലൈനിലേക്ക് നമ്മൾ ചേഞ്ച് ആകും. അടുത്ത ലൈനാണ് സാധാരണ ഓവർടേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ലൈനിലേക്ക് ചേഞ്ച് ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ വണ്ടി ഇടതാണ് പോകുന്നതെങ്കിൽ വലത്തേ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തേ സൈഡിലെ ലൈനിലേക്ക് നമ്മൾ എത്തും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുന്നിൽ പോകുന്ന വാഹനത്തിന് ഹോൺ അടിച്ചു കൊടുക്കും. ഹോൺ അടിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, മുന്നിൽ പോകുന്ന വാഹനം സ്ലോ ചെയ്ത് തരും. ആ സമയത്ത് നമ്മൾ മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കയറുന്ന സമയത്ത് തന്നെ വീണ്ടും ഇടതേ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഇടതേ സൈഡിൽ, അതായത് ആദ്യം നമ്മൾ പോകുന്ന ലൈനിലേക്ക് വീണ്ടും വാഹനം ചേരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ മെത്തേഡ് നമ്മുടെ നാട്ടിലെ സാധാ റോഡുകളിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, പുറകിൽ നിന്ന് വരുന്ന ഒരു വാഹനം നമ്മൾ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് മുന്നിൽ പോകുന്ന ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് തന്നെ പുറകിൽ നിന്ന് വരുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ചിന്തിക്കുന്നത് ഞാൻ വലത്തേ സൈഡിലേക്ക് തിരിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള ഒരു ചിന്ത വരും. അപ്പോൾ എന്ത് ചെയ്യും, അപകടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ ഓവർടേക്ക് ചെയ്യുകയാണെന്നുള്ളൊരു തിരിച്ചറിവ് ആ ഒരു ഡ്രൈവറിന് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ സാധാരണ റോഡുകളിൽ അത്തരത്തിലുള്ള ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് എത്രത്തോളം ഫലപ്രദമാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. പക്ഷെങ്കിൽ റൂള് ഇങ്ങനെയാണ്. അപ്പോൾ ഇതും കൂടെ നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർമ്മയിൽ വെക്കുക. ഓക്കെ. ഒന്ന്, ഒരു വളവിൽ, അതുപോലെ തന്നെ തിരക്കുള്ള റോഡുകളിൽ, ജംഗ്ഷനിൽ, പാലമുള്ള ഏരിയകൾ, ഇടുങ്ങിയ റോഡുകളിൽ ഒന്നും ഓവർടേക്ക് ചെയ്യരുത്. ഒപ്പം തന്നെ നമുക്ക് നല്ല വീതിയുള്ള റോഡാണെങ്കിൽ പോലും മുന്നിൽ പോകുന്ന ഒരു വാഹനം നമുക്ക് അനുവാദം തന്നാൽ മാത്രം ഓവർടേക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാഹനത്തെ എങ്ങനെ ഓവർടേക്ക് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി. ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.